നല്ലായിരുന്ന പേര് എല്ലാവരും സരസം അമ്മച്ചിലൂടെ നടന്നില്ലേ? ഇയാളെന്ന സന്യാസിയായി എന്താ ക്വാളിഫിക്കേഷൻ? ഗായത്രി മന്ത്രമെങ്കിലും അറിയാമോ? ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ? പറയണമല്ലോ. ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ. ആരോട്? പോലീസുകാരോട് പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലാ ചിക്കൻ വയ്ക്കുന്ന വീഡിയോ കണ്ടില്ല? പിന്നെ ഇതിരിപ്പുണ്ട്, മുഖ്യമന്ത്രി കൊടുക്കും. മനസ്സിലായല്ലോ സ്വാമി ആരാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗായത്രി മന്ത്രം പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസിക്ക്. കേരളത്തിലെ ഒരു മന്ത്രിയല്ല സ്വാമി ആക്ഷേപിക്കുന്നതേ, ഒരു സാധാരണ മനുഷ്യനെ അല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അത് പോലീസ് നോക്കിക്കോളും. ഇതാണ് ആള് കേട്ടോ, പറഞ്ഞതിൽ അഹങ്കാരം മാത്രമേ ഉള്ളൂ. ഇതാണ് ആള്. ഈ നാട്ടുകാരും മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ്. ഇതാണ് സ്വാമിമാർക്ക് അഹങ്കാരം പാടില്ല. സ്വാമിമാരെ ദൈവദാസന്മാരെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതെ, ചോദിച്ചത് വേറെ ആരുമല്ല, കേരളത്തിലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നൊരു മന്ത്രിയാ ചോദിച്ചത്. നിങ്ങൾ ആക്ഷേപിക്കുന്നത് ആരെയാണെന്ന് ഓർത്ത് വേണം സംസാരിക്കാൻ. മാത്രമല്ല വലിയ സ്വാമി ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സ്വാമി യാത്ര ചെയ്ത് പോകുന്ന ആളല്ല. അദ്ദേഹം എങ്ങ് യാത്ര ചെയ്യാക്കത്തില്ലല്ലോ, 90 വയസ്സ് കഴിഞ്ഞ ആളാണ്. രാധാകൃഷ്ണൻ പോയേക്കുന്നേ, രാധാകൃഷ്ണന്റെ കൂടാന്ന് പോയേക്കുന്നേ. പിന്നെ പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? വലിയ സ്വാമിയെ മിനിസ്റ്റർക്ക് കാണണം, അതിനാ വന്നത്. അറിയണമല്ലോ, നിങ്ങൾ സ്വാമിയാന്നേ അറിയണ്ടേ? എവിടാന്ന് ചോദിച്ചാ വിളിച്ച് ചോദിക്കും സ്വാമി. അമൃതാനന്ദ ഭാരതി സ്വാമി നിങ്ങളൊന്ന് വിളിക്ക്, ഒന്ന് വിളിക്ക് മിനിസ്റ്റർ പറഞ്ഞ അമൃതാനന്ദ ഭാരതി. പോലീസ് നിൽക്കട്ടെ. മധു എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിളിച്ചിട്ട് നമ്മളാരും അറിഞ്ഞോണ്ടെന്ന്. അമൃതാനന്ദ ഭാരതി സ്വാമി തൃപ്പാദങ്ങളിൽ ഞങ്ങൾ നമിക്കുക. പറഞ്ഞു തരണം. അതിന്റെ വീഡിയോ ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. ഇതൊക്കെ എല്ലാവരും മാധ്യമങ്ങളും ജനങ്ങളൊക്കെ മനസ്സിലാക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് നമുക്കങ്ങോട്ട് വിടാം. സീഡം സ്വാമിയെ കാണണമല്ലോ. ഇവിടെ മാനേജറും 2 സ്വാമിയാരല്ല, വേറെ ആൾ പുറത്ത് പോകും. ഇവിടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അങ്ങനെ തീരെ വയ്യാത്താണ്. ജനങ്ങളെ വെല്ലുവിളിച്ചോ ഇവിടെ ഒരു പേടിപ്പിക്കാൻ പറ്റില്ല. പേടിക്കുന്നവരെ തോന്നിയതാണ്.